ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറുപയർ എങ്ങനെ മുളപ്പിച്ചെടുക്കാമെന്നുള്ളതാണ്. അതിന് വേണ്ടി ആദ്യം നമ്മൾ ഒരു പാത്രത്തിൽ ചെറുപയർ എടുക്കുക, അതിലേക്ക് വെള്ളം ഒഴിച്ച് അതിനെ നന്നായി കഴുകി വൃത്തിയാക്കുക. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ വെള്ളം മാറ്റുക. അതിനുശേഷം വേറെ നല്ല വെള്ളം ഉപയോഗിച്ച്, സാധാരണ രീതിയിലുള്ള വെള്ളം തന്നെ ഉപയോഗിച്ച് നമ്മൾ അത് കുതിർക്കാനാണ് ആദ്യം വെക്കുന്നത്. ചെറുപയർ മുളപ്പിക്കുന്നതിന് മുന്നേ നമ്മളത് കുതിർക്കാൻ വെക്കണം. ഞാൻ വെച്ചത് ഒരു രാത്രിയിലാണ്. അപ്പോൾ ഒരു രാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് ഞാനത് തുറക്കുന്നുള്ളൂ. അപ്പോൾ അത് വീണ്ടും നമ്മൾ ഇത്തിരി കൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി നന്നായി കഴുകി വൃത്തിയാക്കുന്നുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ അതിലത്തെ വെള്ളവും മാറ്റുകയാണ് ചെയ്യുന്നത്. അതിലത്തെ വെള്ളം മാറ്റുമ്പോൾ നമ്മൾ എല്ലാ വെള്ളവും ഒഴിച്ച് കളഞ്ഞ് അതിനൊരു വെള്ളമില്ലാത്ത രൂപത്തിൽ വെക്കും. പക്ഷെ അത് വിചാരിച്ചിട്ട് നമ്മളതിനെ ഫുള്ള് ഡ്രൈ ആക്കി വെക്കേണ്ട, ചെറിയൊരു വെള്ളത്തിൻ്റെ അംശം നിൽക്കണം, കാരണം അതിൽ മുളയ്ക്കാനുള്ളതാണ്. അതിന് ശേഷം മുളപ്പിക്കാൻ വേണ്ടി നമ്മളതിനെ മൂടി വയ്ക്കുന്നു. ഒരു 6 മണിക്കൂറിന് ശേഷം നമ്മളത് തുറന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മുള വന്നിട്ടുള്ള രീതിയിൽ നമുക്ക് ചെറുപയർ കാണാം. പക്ഷേ ഇത്തിരി കൂടി മുള വന്നിട്ടാണ് ഞാൻ കറിക്ക് ഉപയോഗിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ദിവസം കൂടി അങ്ങനെ വെക്കുകയാണ്. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളത് കറിക്ക് ഉപയോഗിക്കുന്നത്. ആ സമയത്തേക്ക് നമുക്ക് ഇത്രയും മുള വന്ന രീതിയിൽ ചെറുപയർ കാണാൻ പറ്റും. ആദ്യമൊക്കെ ഞാൻ ഈ ചെറുപയർ ഇങ്ങനെ മുളപ്പിക്കാനായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു തുണിയിൽ കെട്ടി പൊതിഞ്ഞ് വെക്കുകയാണ് ചെയ്യാറ്. പിന്നെ നമ്മുടെ സൗകര്യാർത്ഥം തുണിയൊക്കെ മാറ്റി ഏത് പാത്രത്തിലാണോ കഴുകുന്നത് അതിൽ തന്നെ വെച്ച് മൂടി വെച്ചാലും ഇതുപോലെ മുള വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി അതിന് ശേഷം ഇങ്ങനെയാണ് ചെയ്യാറ്. ഇങ്ങനെ മുളപ്പിച്ച ഈ ചെറുപയർ കഴിക്കുന്നത് മൂലം നമുക്ക് അയേണിൻ്റെ കണ്ടൻറ്റ് ശരീരത്തിൽ കൂട്ടാനായിട്ട് സഹായിക്കും. ഹിമോഗ്ലോബിൻ വളരെ കുറഞ്ഞവർക്കൊക്കെ ഈ ഭക്ഷണം കഴിക്കുന്നത് മൂലം അത് കൂട്ടാം. അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ കുറയ്ക്കാം, ആൻറ്റി ഓക്സിഡൻസ് കൂട്ടാം. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.